സഹായിച്ച ആദിവാസികൾ. ഈ വെള്ളം ഫുള്ള് ഉപയോഗിക്കുന്ന തമിഴ്നാട് കേട്ടോ. ഇവിടെ ഡാം ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ കുമ്മളി പഞ്ചായത്തിൽ കുടിവെള്ളത്തിന് കുറച്ച് വെള്ളം എടുക്കും. ബാക്കി ഫസ്റ്റ് നിങ്ങൾ തമിഴ്നാട് ഇറങ്ങിപ്പോകുമ്പോൾ കണ്ടിട്ടില്ലേ 3 വലിയ ടണല്. ഫസ്റ്റ് അവർ പെരിയാർ പവർ പ്രോജക്റ്റിൽ ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിക്കും. ബാക്കി വെള്ളം വൈഗ ഡാമിൽ, വൈഗ ഡാം കണ്ടിട്ടുണ്ടല്ലോ, വൈഗ ഡാമിൽ ഈ വെള്ളം സ്റ്റോർ ചെയ്യും. എന്നിട്ടാണ് അവർ 5 ജില്ലയിലെ ഇറിഗേഷൻ ഡ്രിങ്കിങ് എല്ലാം ആ വെള്ളം കൊണ്ട് ചെയ്യും. പച്ചക്കറി അവർ ഉത്പാദിപ്പിക്കും, നമുക്ക് തരികയും ചെയ്യും. അതാണ് ചെയ്യുന്നത്. ഇത് സഹായിച്ച ആദിവാസി സമരം. 1934 ഇത് നെല്ലിക്കാൻപട്ടി ഗെയിം സാഞ്ചറി ടൈഗർ സർവൈവല്ലോ ഫസ്റ്റ് ഗെയിം വാർഡ് രാജ്യത്ത് ഇത് സഹായിച്ചത്. ഇത് 100 years മുമ്പ് ശബരിമല ഉണ്ടോ? 100 years, അതായത് ഇടാമ്പടിയ സമയത്ത് ശബരിമല ഒരു ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ, ക്ഷേത്രം മാത്രമേ ഉള്ളൂ. ഇത് മംഗളാദേവി അന്നും ഇന്നും ഇതുപോലെ തന്നെയാണ്. ഇത് ശരിക്കും സ്റ്റേറ്റ് ബൗണ്ടറിയിലായതുകൊണ്ടാണ് ഇതിനൊരു നിർമ്മാണ പ്രവർത്തനം ചെയ്യാനായിട്ട് പറ്റാത്തത്. ഉത്സവം നടത്താൻ വേണ്ടി 2 സ്റ്റേറ്റ് ഗവൺമെന്റും കൂടെ ചേർന്ന് തീരുമാനങ്ങൾ എടുത്ത് അവർക്ക് ഇത്ര പൊങ്കാല, നമുക്ക് എത്ര പൊങ്കാല, ഇത്ര വണ്ടി അവർക്ക് പോകാൻ പാടില്ല, അതെല്ലാം തീരുമാനങ്ങൾ എടുത്തതിന് ശേഷമാണ് ഇപ്പോൾ ഉത്സവം നടക്കുന്നത്. ഉത്തരവാദിത്വം നമുക്കന്നേ ഉള്ളൂ. ഇത് രാജാവ് രാജ്ഞിയൊക്കെയാണ്. അതൊന്ന് നമുക്കൊരു ലേക്ക് പാലസ് അറിയാമല്ലോ, ലേക്ക് പാലസ് KTDC. അത് രാജഭരണ കാലത്ത് രാജാക്കന്മാർ വേട്ടയാടാൻ അവരുടെ എന്നാ പറയണം അതിനുള്ള വേനൽക്കാല വസതിയായിരുന്നു ലേക്ക് പാലസ്. ലേക്ക് പാലസ് അല്ല, എടപ്പാളയം രാജകൊട്ടാരം. ഇപ്പോഴാണ് KTDC ഏറ്റെടുത്തിട്ട് ലേക്ക് പാലസ് KTDC റിസോർട്ട് ആക്കിയത്. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ 24 hours ഇങ്ങനെ ആളുണ്ടാവും കാട്ടിൽ. അവരുടെ സ്റ്റേഷൻ പരിധിയിൽ ചിലപ്പം സ്റ്റേഷനൊന്നും കാണത്തില്ല. അപ്പോൾ അവരവർ ഫുഡ് ആ സാധനങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് വെച്ച് കഴിച്ച് ഇതുപോലെ കുടിച്ച് അവരിറങ്ങുമ്പോൾ അടുത്ത ടീം അവിടെ. ഇത് ആനയുടെ പോസ്റ്റിലോട്ട് നടക്കുന്നത്. ടൈഗർ സെൻസസ് എന്നല്ലേ പറഞ്ഞല്ലോ, കടുവയുടെ സെൻസസ് എടുക്കുന്ന പറഞ്ഞില്ലേ, ക്യാമറ സെറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഇവിടെ വന്നിട്ട് ഇതെല്ലാം ഇവിടെ എക്കോ ടൂറിസം, ഇവിടുത്തെ കൺസർവേഷൻ ഒരു പ്രത്യേകതയുണ്ട്. ഇന്നലെ പറഞ്ഞു കാണും ഇന്ത്യ എക്കോ ഡെവലപ്മെന്റ് പ്രോജക്റ്റ്. അതായത് ഫസ്റ്റ് ഒത്തിരി ഇല്ലീഗൽ ആക്ടിവിറ്റി നടന്നിരുന്നു. പിന്നെ ഇന്ത്യ എക്കോ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തു. അതായത് പാർട്ടിസിപ്പേറ്ററി കൺസർവേഷനാണ് ഉദ്ദേശിച്ചത്. ലോക്കൽ ആളുകളുടെ സപ്പോർട്ടോടെയുള്ള വനസംരക്ഷണം. പെട്ടെന്ന് സുപ്രഭാതത്തിലെ ആളുകളോട് ഞങ്ങൾ വനം സംരക്ഷിക്കണം, പരിസ്ഥിതി സംരക്ഷണം എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാത്ത ആളുകൾക്ക് അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് വേൾഡ് ബാങ്കിന്റെ സഹായത്തോടെ പൈസ കടമെടുത്ത് അവർക്ക് പലിശരഹിത ലോണുകൾ കൊടുത്തു കൂടെ നിർത്തി. അതിൻ്റെ കൂടെ ഇങ്ങനെ പൈസ കൊടുത്ത് ഗ്രൂപ്പുകളാക്കി അവരെ കൂടെ നിർത്തിക്കൊണ്ടാണ് പറഞ്ഞത് നിങ്ങളെ വനം സംരക്ഷിക്കുക. അങ്ങനെ കണ്ടിന്യൂസ് പറഞ്ഞു വന്നപ്പോൾ ആളുകളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടപ്പം ഈ പറയുന്നതിനകത്ത് അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കിയ ഒരു വിഭാഗം ആളുകൾ ചുറ്റുമുണ്ടായി. അവർക്ക് മനസ്സിലായതുകൊണ്ട് അവരിപ്പം ഇവിടുന്ന് ഒരു ഇല പോലും പുറത്തു പോകാതെ അവർ സംരക്ഷിക്കും. ഒരു സോഷ്യൽ ഫെൻസിങ് പോലെ ഈ എക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയിൽ ഉൾപ്പെട്ട ആളുകൾ ഉണ്ട്. അത് ശരിക്കും അവയർനെസ് കിട്ടിയ ആളുകളാണ് അത്. അപ്പം ഇപ്പം ഈ നമ്മൾ എങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ചുറ്റുവട്ടത്തുള്ള സ്കൂൾ, കോളേജ്, അതുപോലെ തന്നെ SHGകളെ എല്ലാവർക്കും ഇതുപോലെ എല്ലാ ഗ്രീൻ ഡേയ്സും, പരിസ്ഥിതി ദിനം, ഭൗമദിനം, ജലദിനം, വനദിനം എല്ലാം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അവരെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരൊരു ചേച്ചിമാരോട് എന്ന് ജലദിനം എന്നാലും ഭൗമദിനം എന്നാന്ന് അവർ ഉറപ്പായിട്ടും ബർത്ത്ഡേ എന്നാന്ന് ചോദിച്ചാൽ അവർ പറയും. കാരണം കഴിഞ്ഞ ദിവസം അത് സെലിബ്രേറ്റ് ചെയ്തതല്ലോ. അതാണ് ഇവിടെ. പിന്നെ ഞങ്ങൾക്കൊരു ടീമുണ്ട്, വസന്തസേന എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും. യാതൊരു പ്രതിഫലവും മേടിക്കാതെ വനസംരക്ഷണ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകളുടെ കൂട്ടായ്മയാണ് കഴിഞ്ഞ 24 വർഷമായിട്ട് അവർ ചെയ്യുന്നു. ഒരു പ്രതിഫലം മേടിക്കാതെ വനസംരക്ഷണ പ്രവർത്തനത്തിൽ ഏർപ്പെടും. കാരണം അവർ 10-38 പേരുള്ളതുകൊണ്ട് പല ഗ്രൂപ്പുകളായിട്ട് ഓരോ ഗ്രൂപ്പിൽപ്പെട്ടവർ ഓരോ ദിവസം വന്ന് നമ്മുടെ ശാന്തലക്കാട് ചന്ദന മരങ്ങൾ കൂടുതലുള്ള ശാന്തലക്കാട് ഭാഗങ്ങൾ പകൽക്കാട് പെട്രോളിങ് അവർ സ്വന്തമായിട്ട് ഫുഡും കരുതി വന്നു. അവർ കേൾപ്പിച്ച ഈ സ്ഥലത്ത് ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി ഇല്ലെന്ന് അവർ ഉറപ്പുവരുത്തി. അവർ പിന്നെ കാണുന്ന പ്ലാസ്റ്റിക് ഒക്കെ എടുത്ത് കാണുന്നവർക്ക് അവയർനെസ് കൊടുത്ത് പച്ച വള്ളി വെട്ടി വിറക് കെട്ടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തിരിച്ചു പോകും. അടുത്ത ടീം പിറ്റേ ദിവസം വരും, അടുത്ത ടീം പിറ്റേ ദിവസം വരും. അങ്ങനെ 365 ദിവസം ഈ ടീം ഇവിടെ ഉണ്ട്. ഒരുപാട് അവാർഡുകൾ, അമൃതവിവേഷ നാഷണൽ അവാർഡൊക്കെ കിട്ടിയ ടീമാണ് വസന്തം. ഇപ്പോഴും അത് ലൈവായിട്ട് ഇവിടെ നടത്തിക്കുന്നുണ്ട്. ഇതാണ് വസന്തം. ഇത് ഈ കിട്ടിയ അവയർനെസിന്റെ ഭാഗമാണ്. അന്ന് മുതൽ കിട്ടിയ അവയർനെസ്. അപ്പം 24 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഗ്രൂപ്പ് എന്ന് പറയുമ്പം കുട്ടികള് പഠിച്ച് അല്ലല്ല നാട്ടുകാരും ട്രൈബൽസിന്റെ നാട്ടുകാർ ചുറ്റുവട്ടത്തെ ഫ്രിഞ്ച് വില്ലേജസ് ആണ്. അപ്പം അവര് പഠിച്ച് അന്ന് ജനിച്ചു കൂട്ടി ഇപ്പം കോളേജിലൊക്കെ പല ക്യാമ്പസുകളിലൊക്കെ അവരെല്ലാം ഈ അവയർനെസ് ആളുകൾക്ക് പകർന്നു കൊടുത്തിട്ട് അലക്ഷ്യമായിട്ടൊരു പാലിന്റെ കവർ വലിച്ചറിഞ്ഞ് ചോദിക്കും എന്തുകൊണ്ടാ എന്ന് അമ്മയോട് ചോദിക്കാൻ മാത്രം പ്രാപ്തരായ കുട്ടികളിപ്പം ഉണ്ട്. അത് ഇതല്ലോ നമ്മുടെ അങ്ങനെയല്ലേ കേട്ടെന്ന് ചോദിക്കുന്ന കുട്ടികൾ. അതാണ് വസന്തസേന എന്ന് പറഞ്ഞ ഗ്രൂപ്പ്. പിന്നെ ഇവിടെ ഇതുപോലെ തന്നെ ഇതുപോലെ എപ്പോഴും നമുക്ക്